സാഷു ഹലോ മാഡം, എന്താണ്? ഹായ്. കണ്ടിട്ട് എനിക്ക് തന്നെ വിശക്കണോ? ടിക്കിയടാ ഉണ്ണി. We're looking forward to all the improvements that you're bringing. Thank you. We need real progress. അപ്പൊ എന്താ പറയാ? എന്താ പറയാ? സിനിമലി പറയൂ, ഇങ്ങനെ പറയൂ. പറയണ്ട, സൗകര്യമില്ലല്ലേ? ഹായ് ഗായ്സ് ആൻഡ് വെൽക്കം ടു സിഡ്നി മലയാളി. എല്ലാവരും സുഖമായിരിക്കണു വിചാരിക്കണു. ഞാനും സുനിലും കുട്ടികളൊക്കെ സുഖമായിരിക്കണു. വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോകണുണ്ട്. ഓരോ ദിവസങ്ങളായിട്ട് ഇങ്ങനെ കടന്നു കൂടുന്നു. എല്ലാവരോടും വൺസ് അഗൈൻ എനിക്കൊരു താങ്ക് യു ഒക്കെ പറയണമെന്നുണ്ട്. പക്ഷെ ഭയങ്കര ക്ലീശയായി പോകുന്നു തോന്നുന്നു. എപ്പോൾ നോക്കിയാലും ഞാൻ തന്നെയാണ് പറയണേ. എല്ലാവരും കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടും ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിരുന്നു. ഹോൾഡ് ഇറ്റ്. അവള് ഫോൺ ചോദിക്കുകയാണ് എന്നോട്. ബിക്കോസ് അവളുടെ ഡേ കെയറിന്റെ ഒരു ആപ്പ് ഉണ്ട് അതിൽ. അപ്പോൾ അവൾക്ക് അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ അതിൽ കാണാമല്ലോ. അതിന് വേണ്ടിയിട്ട് അത് ചോദിച്ചോണ്ടിരിക്കാം. എനിവേസ്, ഞാൻ എന്താ പറഞ്ഞു വെച്ചാൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. കുറേ പേര് എനിക്ക് വളരെ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഹൗ ടു സ്റ്റേ പോസിറ്റീവ് ഇൻ ലൈഫ് ആൻഡ് ഹൗ ടു ഓവർകം ഗ്രീഫ് എന്നൊക്കെ ഉള്ളത്. ഗ്രീഫ് ഇസ് സംതിങ് ദാറ്റ് എഫക്ട്സ് ഓരോരുത്തരെ ഓരോ തരത്തിൽ, റൈറ്റ്? അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ അത് എന്താ പറയുക, ഐ എം കൺസോളിങ് മൈ സെൽഫ് ആൻഡ് ഐ എം മൂവിങ് ഓൺ കേട്ടോ. കുറേ കാര്യങ്ങൾ നമുക്ക് ഇനിയും ചെയ്യാനുള്ളത് കൊണ്ട് ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ ഗുഡ് ഐഡിയ അങ്ങനെ തന്നെ മൂവ് ഓൺ ചെയ്യാൻ. എനിവേസ്, ഈ പീക്കിരിമണികൾ രണ്ടെണ്ണം ഉണ്ട് ഇവിടെ നിന്ന്. സുനിൽ വീട്ടിലില്ല, സുനിൽ ഓഫീസിലാണ്. ഞാനും കുഞ്ഞിപ്പിള്ളേരേ ഉള്ളൂ. സോ വി തോട്ട് വെറുതെ വീട്ടിൽ ഇതൊരു സാറ്റർഡേ ആണ്, ബോറടിക്കണ്ട, അങ്ങനെ ചടഞ്ഞുകൂടി ഇങ്ങനെ ഇരിക്കണ്ട, നമുക്ക് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങണം എന്നൊക്കെ തോന്നി. ആൻഡ് കുറേ സാധനങ്ങൾ വാങ്ങാനും കുറച്ച് സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാനും ഒക്കെ ഉണ്ട്. എത്ര പറ്റും എനിക്കറിയില്ല. എനിക്ക് ഇവളെയും കൂട്ടി പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര പേടിയാണ്. ഇവൾ അവളെയും കൂട്ടി എനിക്ക് പുറത്തിറങ്ങാൻ പേടിയാണ് സുനിലില്ലാണ്ട്. ബിക്കോസ് ഭയങ്കര പാടാണ് മാനേജ് ചെയ്യാൻ. അപ്പം ഇന്ന് തന്നെ സാനു എന്താ പറയുക ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങണത് കേട്ടോ. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഈസി. ഭയങ്കര വികൃതിയായിരിക്കണോ, രക്ഷയില്ലാത്ത വികൃതി. ആൻഡ് വി ഡോണ്ട് നോ എന്താ ചെയ്യേണ്ടത്. ബിക്കോസ് സാനു അങ്ങനത്തെ കുട്ടിയല്ലായിരുന്നേ. ഷീ ഹാഡ് നോ ടാൻട്രംസ്. അങ്ങനെ ആ ടെറിബിൾ ടൂസിൻ്റെ ഒരു സംഭവം ഇല്ലാത്തതാ. പക്ഷേ ഇമ്മടെ ചിമിട്ടിന് അതൊക്കെ ഉണ്ട്. സോ വി ആർ ലൈക്ക് വി ഡോണ്ട് നോ എന്താ ചെയ്യാന്ന്. ബട്ട് ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് എ ഗുഡ് ഡിസ്ട്രാക്ഷൻ. നമ്മൾ ചിരി വരും ചില സമയത്ത് ഓരോന്നൊക്കെ കേൾക്കുമ്പോഴും പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ മൈ ഗോഡ് ഹൗ ഇസ് ഷീ ഡൂയിങ് ദിസ് തോന്നുക. ഭയങ്കര വാചകടിക്കാരിയാണ്. അതെൻ്റെ തന്നെ കിട്ടിയിരിക്കണു. കണ്ട സുനിലിനെ പോലെയാണെങ്കിൽ വായ എൻ്റെ ആണ് കേട്ടോ. സോ ഷീ ഈസ് വെരി ടോക്കറ്റീവ്. ഡേ കെയറിലും അവർ പറയുന്നുണ്ട് ഷീ ഈസ് വെരി ടോക്കറ്റീവ്. എല്ലാവരുടെയും പേരും അറിയാം. അപ്പൊ അങ്ങനത്തെ ഒരു ചിമുട്ടാണ്. സാശു അതാര് വിളിച്ചോ? ആരെന്നെ വിളിച്ചേ? ഭാഗ്യം, എൻ്റെ ഫ്രണ്ട് മീരയില്ലേ, അവളെ വിളിച്ചത്. നമ്മൾ ചില കോൺടാക്ട്സ് നമ്മുടെ എമർജൻസി അല്ലെങ്കിൽ ഫേവറേറ്റ്സിൽ നമ്മളങ്ങനെ ആക്കിയിടുമല്ലോ. അപ്പൊ അതില് മീരയും സുനിലൊക്കെ ഉണ്ട്. അപ്പൊ മീരയ്ക്കും സുനിൽ എൻ്റെ അമ്മയും മീരയും സുനിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിസ് കോൾ കിട്ടും. അപ്പൊ ഏകദേശം അവർക്ക് പറയാം അവളാണ് അത് ചെയ്യണേന്ന്. ആപ്പിൾ ഫോൺ അൺലോക്ക് ചെയ്യാൻ അവൾ പഠിച്ചിരിക്കണു. സോ പാസ്കോഡൊക്കെ ഉണ്ടെങ്കിലും അവളത് അൺലോക്ക് ചെയ്യാൻ പഠിച്ചിരിക്കണു. സോ അത് അങ്ങനെയാണ് പലർക്കും കോൾസ് ഒക്കെ കിട്ടണേ. അപ്പോ അച്ഛയ്ക്കും കോൾ കിട്ടും ഇടയ്ക്കിടയ്ക്ക്. സോ വൺസ് അഗൈൻ വെൽക്കം ടു സിഡ്നി മലയാളി. നമ്മളിവിടെ കുറച്ച് വിശേഷങ്ങൾ, എന്തൊക്കെയൊക്കെയാണ് നമ്മുടെ പരിപാടികൾ, നമ്മളിപ്പോൾ എന്തൊക്കെയൊക്കെയാണ് ചെയ്യാൻ പോണേ. സ്പ്രിങ് ആയി, ബട്ട് നല്ല സമ്മർ വെതറായി. അപ്പൊ നമ്മളൊക്കെ കണ്ടു ഷോർട്സിലും ഇങ്ങനത്തെ ഡ്രസ്സും ഹാഫ് സ്ലീവും ഇതൊക്കെ ഇട്ടിട്ട് വേണം ഇപ്പൊ ഇറങ്ങാൻ. സോ ദാറ്റ്സ് ഗ്രേറ്റ് ഫോർ അസ്. ആ കുറച്ച് വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇന്ന് കാണിച്ചു തരാൻ പോണത്. സോ വൺസ് അഗൈൻ വെൽക്കം ടു സിഡ്നി മലയാളി. പ്ലീസ് കീപ് വാച്ചിങ്. ഇറങ്ങൂട്ടി, എന്താ കാണിക്കണേ? അവിടുന്ന് ഇറങ്ങൂ, വരൂ. ഒന്നും പൊട്ടിക്കാൻ നിക്കണ്ട, ഇങ്ങോട്ട് പോരി. നിന്റെ ഫ്രണ്ട്സ് ഒക്കെ വീട്ടിൽ പോയി. ഇറങ്ങി വരൂ. ഉണ്ടല്ലേ, ഇതാണ് കയ്യിലെടുത്ത് വാശി. അവള് പറഞ്ഞ നടക്കണം. അവള് വിളിച്ച മൊയലില് 2 കൊമ്പും. തന്നെ വീണാനെ സ്ലൈഡ് ചെയ്തോ ചെറുത്. ഓ എന്റെ അമ്പോ.
വണ്ടി കയറ്റട്ടെ പിള്ളേരെ. ഈ ഒരു വിധത്തിൽ വണ്ടി കയറ്റിട്ടോ അതിന് പാട്ട് വേണം. അപ്പൊ സാനുവാണ് DJ. അപ്പോൾ പാട്ട് വെച്ചില്ലെങ്കിൽ അവള് വരില്ല അത്ര. സുനിലിന്റെ വണ്ടി ആട്ടോ ഞാൻ എടുത്തിരിക്കണേ. ബിക്കോസ് എന്റെ വണ്ടി സുനിൽ കൊണ്ടും. എന്തുകൊണ്ടാച്ചാ അവിടെ പാർക്കിംഗ് കിട്ടാനൊക്കെ കുറച്ച് പാടുണ്ട് സുനിലിന് ഓഫീസിൽ പോയി പാർക്ക് ചെയ്യുമ്പോ. അപ്പൊ കണ്ണി കണ്ട ഏതെങ്കിലും മുക്കിലും മൂലയിലോ സ്ട്രീറ്റ് സൈഡിലോ ഒക്കെയാണ് പാർക്ക് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ തോന്നിവാസ പാർക്കിംഗ് ഒക്കെ എവിടെയെങ്കിലും കൊണ്ട് വണ്ടി ഇടാൻ അങ്ങനെ വണ്ടി തൊടില്ല. അപ്പൊ എന്റെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തേക്ക. അപ്പൊ എനിക്കിപ്പോ പുറത്തിറങ്ങണമെങ്കിലൊക്കെ ഇപ്പൊ മിക്കവാറും ഇപ്പൊ സുനിലിന്റെ വണ്ടി ആയിട്ടോ. അപ്പൊ മിക്ക ദിവസങ്ങളും ഞാനാണ് ഇപ്പൊ ഈ വണ്ടി ഓടിക്കണേ. വല്ലാത്ത ആ ഒരു പേടി മാറി. ബട്ട് സ്റ്റിൽ എനിക്കൊരു ചെറിയ ഫ്രീക്കിംഗ് ഔട്ട് സിറ്റുവേഷൻ ആണ്. എനിക്ക് ചെറിയ വണ്ടി മാത്രമേ ഓടിച്ച് ശീലവും കംഫർട്ടും ഉള്ളൂ. അപ്പൊ ഏതായാലും പിള്ളേരെ കൊണ്ട് പോട്ടെ കേട്ടോ. നമ്മളിപ്പോ പോകാൻ പോണത് എങ്ങടെ അറിയോ? നമ്മുടെ അടുത്ത് തന്നെ ഉള്ളതാണ് റൗസ് ഹിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുള്ള ഷോപ്പിംഗ് സെന്റർ. അപ്പൊ അവിടെ കുറച്ച് അത്യാവശ്യമുള്ള സ്റ്റോഴ്സ് എല്ലാം ഉണ്ടേനും. അപ്പൊ നമ്മള് അവിടെയാണ് ഇപ്പൊ ഒന്ന് പോണേ. അടുത്താണല്ലോ, വേഗം പോയിട്ട് വേഗം വരാം. കാരണം നമ്മുടെ ആൾ ഉറങ്ങിയിട്ടില്ല. അന്ന് നല്ല കച്ചറ സ്വഭാവം അവിടെ നിന്ന് കാണിക്കാൻ എല്ലാ ചാൻസും ഉണ്ട്. ഞാൻ പ്രാം എടുത്തിട്ടുണ്ട്. പ്രാമല്ല, ഞാനൊരു കുട്ടി സ്ട്രോളർ എടുത്തു. ലെറ്റ്സ് സീ, ഹോപ്പ്ഫുള്ളി അതിൽ ഇരുന്ന ഞാനും സാനും രക്ഷപ്പെട്ടു. പോടാ. നല്ല വെതർ കിട്ടും ആക്ച്വലി ഇന്ന്. ഒരു 25 മാക്സ് അത്ര ടെമ്പറേച്ചർ ഒക്കെ തന്നെ ഉള്ളൂ. സോ ഓടിക്കാനും പുറത്തിറങ്ങാനൊക്കെ പറ്റിയ വെതറാ. ഓ എന്റെ ദൈവമേ, സാനും എനിക്ക് വീഡിയോ എടുക്കുമായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ടേലർ സ്വിഫ്റ്റിന്റെ പാട്ട് ഒരു 5 സെക്കൻഡ് നിർത്തി. അതിന്റെ ഓളിയാണ് ഈ കേട്ടോണ്ടിരിക്കണേ. വെച്ചരാം. എന്റെ ദൈവമേ, വെറുതെ ഒന്ന് കേമാട്ട് കയറിയതാട്ടോ. കേമാട്ട് പറഞ്ഞിട്ടുള്ള സ്റ്റോറുണ്ട്. കുറച്ച് കാലത്ത് പോലത്തെ സാധനങ്ങൾ അവിടെ കയറിയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണും. പിന്നെ നമുക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ ഇങ്ങനെ തോന്നി ഇങ്ങനെ വാങ്ങാൻ തുടങ്ങും. എനിവേസ് അവിടുന്ന് സാധനമൊക്കെ വാങ്ങി ചെറുതോടെ ഇരിക്കുന്നുണ്ട്. അതിന് ലോലിപ്പോപ്പ് വാങ്ങി കൊടുത്തു. അതിനെ പിടിച്ച് അടക്കി ഒതുക്കി ഇരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ സാനുവിന് വെച്ചിക്കണോ. അപ്പോൾ നമ്മൾ ഈ ഡോണറ്റിൻ്റെ സ്റ്റോറിൽ കയറിയതാ. ഡോണറ്റ് എന്ന് പറഞ്ഞ സ്റ്റോറാട്ടോ. എന്തായി വിശക്കണോ പറഞ്ഞ് കയറിയത്. അവിടെ എത്തിയപ്പോൾ അവൾക്ക് എന്താ വാങ്ങേണ്ട അറിയില്ല. ഏതാ മണി? ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. കണ്ടിട്ട് എനിക്ക് തന്നെ വിശക്കണോ. പിക്കിയടാ ഉണ്ണി. ക്യാഷൊക്കെ ഹാൻഡിൽ ചെയ്ത് പഠിച്ചിരിക്കണോ. പഠിച്ചോ? കിട്ടിയോ കറക്റ്റ് ചേഞ്ചോ? ഓക്കെ, ഇതിലിട്ടോ. റീഫിൽ മൈ വാളറ്റ്. സാധനം എടുത്തോ? ഓക്കെ, ലെറ്റ്സ് ഗോ. സാനോട് സ്കൂൾ ഷൂസ് വാങ്ങാൻ വന്നേട്ടോ. അപ്പോൾ അവളുടെ പേര് കിട്ടി. ഞാൻ വെറുതെ ഓരോന്നും ഞാനും ട്രൈ ചെയ്യായിരുന്നു. ഓഫീസിലൊക്കെ ഇപ്പോൾ വാം വെതർ ആയപ്പോൾ കുറച്ച് ഓഫീസിലിടാൻ പറ്റുന്ന എന്തെങ്കിലും ഷൂസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മ ക്രിസ്മസിൻ്റെ സാധനം ഓൾറെഡി വന്നു തുടങ്ങി. ഹാലോയിൻ ഇനി വരാൻ കിടക്കണു. അതിന് മുന്നേ ക്രിസ്മസിൻ്റെ സാധനങ്ങൾ വന്നു തുടങ്ങി കേട്ടോ. എന്തിനാ ഇത്ര നേരത്തെ? ഇറ്റ്സ് ഓൺലി സെപ്റ്റംബർ. താങ്ക് യു പറഞ്ഞോ സാനുവിനോട്. കുഞ്ഞപ്പനെ ഫോൺ കുറച്ച് റെഡിക്ഷൻ. നമ്മുടെ ഫോണൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചു. എൻ്റെ ഫോൺ ഓൾറെഡി പൊട്ടി ഇവൾ എറിഞ്ഞിട്ട്. അപ്പം അതിന് റീപ്ലേസ്മെൻ്റ് ആയിട്ടുള്ളൊരു സാധനം, ഒരു ടോയ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എല്ലായിടത്തും വരച്ചിരുന്നേ. അപ്പോൾ ഇങ്ങനെ ഇറേസബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കളറിങ്ങിൻ്റെ സാധനമോ ഉണ്ടോയെന്നാണ് ഞാൻ നോക്കണത്. ഇങ്ങനത്തെ വാഷബിൾ മാർക്കേഴ്സ് കണ്ടു. ബട്ട് ഐ ഡോണ്ട് നോ അത് ഇവൾക്കുള്ള ടൈപ്പാണോ എന്ന്. ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് ഫോർ ബിഗർ കിഡ്സ്. അങ്ങനത്തെ എന്തെങ്കിലാണ് ഇപ്പോൾ സാനുമണി അവിടെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കിട്ടുമോന്ന്. നമ്മളിവിടെ ഇവളുടെ ഫ്രണ്ടിന് എന്ത് കോസ്മെറ്റിക്സ് ആണ് അവൾക്ക് ഗിഫ്റ്റ് എന്തോ വാങ്ങണം ബർത്ത്ഡേ പാർട്ടിക്ക്. അപ്പോൾ ഒരാൾ അവിടുന്ന് ഈ കണ്ണാളയുടെ സെക്ഷനിൽ ഒരാൾ കണ്ണാളയൊക്കെ എടുത്തിട്ട് എന്താണ് അവ ചെരുപ്പും കൂടി ഇല്ല അവിടെ കിടന്ന് നടക്കണു. ആ പ്രാമ കയറി ഇരിക്കോട്ടി. എന്താണോ നിനക്ക് വേണ്ടേ? മേക്കപ്പോ ഇതൊക്കെ വേണോ നിനക്ക്? ശശി ബേബിക്ക് വേണം. ശശി ബേബിക്ക് എന്താ വേണ്ടേ? എന്താ വേണ്ടേ ശശി ബേബിക്ക്? നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് ഇപ്പം നല്ല കിഡിലും ടെറിബിൾ ടൂസ് നടക്കാട്ടോ. ഞാനും സുള്ളുവിനെ അന്തം വിട്ടിട്ട് ചില സമയത്ത് ഇങ്ങനെ നോക്കും. എന്തിനാ വെറുതെ വാശി പിടിക്കണേ? പണ്ടേതൊരു കരച്ചിൽ കാര്യമാണ്. പക്ഷേ എന്താ നല്ല അൾട്ടിമേറ്റ് ടെറിബിൾ ടൂസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളെയൊക്കെ നല്ല പിച്ച് മാന്ത് തൊഴി ഇടി നല്ല ഉപദ്രവകാരിയായി മാറിയിരിക്കണു. ബട്ട് എന്നാലും അതിൻ്റെ കളി കാണുമ്പോൾ നമുക്ക് ചിരി വരും ചില സമയത്ത്. ചിലപ്പോൾ അതിന് അയ്യോ പാവം തോന്നി എന്നെ കെട്ടിപ്പിടിച്ചൊന്ന് കടി കൊടുക്കാൻ തോന്നും കേട്ടോ. ബിക്കോസ് അങ്ങനത്തെ ഒക്കെ കുറേ
നല്ല കാര്യങ്ങളും ചെയ്യും. ആൻഡ് ഷീ റിയലി ഹെൽപ്സ് നമ്മുടെ മൂഡൊന്ന് എലവേറ്റ് ചെയ്യാനൊക്കെ. ഇപ്പോൾ എത്ര ടയർഡായിട്ട് ഓഫീസിൽ നിന്ന് വന്നാണെങ്കിലും ഇതിൻ്റെ കുറച്ച് കളി കണ്ടാൽ നമുക്കൊരു സമാധാനമാണ്. ഇത് കണ്ടില്ലേ, അങ്ങനത്തെ ഒക്കെ ഒരു ഉപദ്രവങ്ങളാണ് ചെയ്ത് കൊണ്ടുള്ളൂ. ആൻഡ് എന്നോടാണ് ഇതൊക്കെ ചെയ്യാൻ അവൾക്ക് ഏറ്റവും ഇഷ്ടം. പ്രോബബ്ലി അമ്മമാരോടുള്ള അറ്റാച്ച്മെൻറ്റ് കൊണ്ടായിരിക്കും. ബട്ട് കളി കാണാൻ നല്ല രസമാണ്. അപ്പോൾ അതായത് ഷൂസും ഒരു ബാഗും എടുത്തിട്ട് അച്ഛ ബായ് അമ്മ ബായ് പറഞ്ഞിട്ട് ടാറ്റ പോവുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കളികളാണ് ഇപ്പോൾ. സോ ഇറ്റ്സ് റിയലി ക്യൂട്ട്. ഇറ്റ് കീപ്സ് അസ് എൻഗേജ്ഡ്. ടൈം പോകേണ്ട അറിയില്ല. സാനുവിൻ്റെ ചെറുപ്പകാലവും നമുക്ക് ഇങ്ങനെ ഓർമ്മ വരികയാണ്. സോ ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് ഇവളുടെ കളി ഇങ്ങനെ ഇരുന്ന് കാണാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. ക്ഷീണമായിട്ടോ, കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ കുട്ടികളെയും കൊണ്ട് പുറത്തൊക്കെ ഒന്ന് ഇങ്ങനെ ഇറങ്ങി ഷോപ്പിങ്ങും പരിപാടിയൊക്കെ ചെയ്ത്. അപ്പോൾ ടയർഡായി ഇന്ന്. ഫുഡൊക്കെ ആക്ച്വലി ഇരിക്കുന്നുണ്ടായിരുന്നു. സാശുവിന് മാത്രം കുറച്ച് ഞാൻ ചോറും കുറച്ച് ബീഫും പച്ചക്കറിയൊക്കെ കൂട്ടി കൊടുത്തു. അതിന് വലിയ ഇഷ്ടമാണ്. അത് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. പിന്നെ സുള്ളിൽ വന്ന് കത്തിയും വെച്ച് ടി വിയും കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ഏതായാലും കിടക്കട്ടെ. നാളെ നമുക്ക് ഇവിടെ കുറച്ച് സ്പ്രിങ് ക്ലീനിങ്, ക്ലോത്ത്സ് സോർട്ടിങ്, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. സോ തൽക്കാലം പോയി കിടന്നുറങ്ങട്ടെ. അപ്പം ഗുഡ് നൈറ്റ്. രാവിലെ എൻ്റെപ്പം തന്നെയുള്ള കാഴ്ച ഇതാണ്. ചെറുത് നീറ്റ് സൈഡിലുള്ള ബെഡ് ലാമ്പ് ഓൺ ചെയ്ത് കയറി എൻ്റെ ഫോൺ എടുത്തിട്ട് എൻ്റെ അമ്മേനെയൊക്കെ കയറി വിളിക്കുക. എങ്ങനെയൊക്കെയൊക്കെയോ ഷീ മാനേജസ് ഫോൺ അൺലോക്ക് ചെയ്യാനും. എനിക്ക് പാസ്കോഡൊക്കെ ഉണ്ട്. ആൻഡ് ഐ കീപ് തിങ്കിങ് ഈ ജനറേഷൻ്റെ ആണോ, ദേ സോ ലൈക്ക് AI പവേർഡ് കിഡ്സ് എന്ന് തോന്നുക. അപ്പോൾ സാനു ചെയ്തിരുന്ന കളികളും വികൃതികളും നല്ല ഇവളുടെ ഈ പ്രായത്തിൽ കാണിക്കണം കേട്ടോ. രാവിലെ 4 മണിക്കൊക്കെയാണ് എൻ്റെ അമ്മേനെ ഇപ്പോൾ എന്നും വിളിക്കുന്നത്. എൻ്റെ അമ്മമ്മ പറഞ്ഞ് ഭയങ്കര സ്നേഹവും അറ്റാച്ച്മെൻറ്റൊക്കെയാണ്. നമ്മളിത് കൊടുക്കാതിരിക്കാൻ കഴിയുന്നു നോക്കും. ബട്ട് എങ്ങനെയെങ്കിലൊക്കെ എവിടെന്നെങ്കിലൊക്കെ അവളുടെ കയ്യെത്തുന്നോർത്ത് ആ ഫോൺ കിട്ടിയാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇനി രാവിലെ എണീറ്റ ഉടനെയുള്ള കളിയാണത്. ചെറുതിന് ഈ ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ, ടെക്നോളജി ഇതിലോടൊക്കെയാണ് കൂടുതലൊരു ഇൻട്രസ്റ്റ് കേട്ടോ. മേ ബി ഇറ്റ്സ് ദിയർ ജനറേഷൻ. ഇങ്ങനെ ബ്രഷ് ഇട്ടിട്ട് ചെയ്യുക. കാണിച്ചൊരു വെറുതെ ആ ടൂത്ത് പേസ്റ്റ് നക്കി തിന്നാണ്. പിന്നെ കുഞ്ഞുവാവകളുടെ ടൂത്ത് പേസ്റ്റാണത്. അതിന് ഈ എൽസ ഫ്രോസൺ തീമിലുള്ള പേസ്റ്റൊക്കെ കിട്ടുമല്ലോ, അത് വേണം. അതും വെച്ചിട്ടാണ് ഈ കളി. ഇങ്ങനെ വായാണെങ്കിൽ നിറച്ച് പല്ലും തുടങ്ങി കുട്ടിക്ക്. എൻ്റെ ചേച്ചിക്കൊക്കെ ഈ പ്രായത്തിൽ മുൻവശത്ത് പല്ലൊക്കെ ആയിട്ടേ ഉള്ളൂ അല്ലേ. എൻ്റെ ഇടയിൽ രാവിലെ അമ്മേനെ കയറി വിളിച്ചിരിക്കണം. അവിടെ പുലർച്ചെ 4 മണി ഇന്ത്യയിൽ. പേടിക്കില്ലേ ആൾക്കാര്? എവിടെ സാനു? തേറില്ല. സാനു ഉറങ്ങ. സുനിൽ ഗാർഡനിങ് ചെയ്യട്ടെ. അപ്പോൾ സുനിൽ പോയിട്ടൊന്ന് കാണട്ടെ. ഈ തുണികൾ ഇവിടെ ഇരിക്കണുണ്ടല്ലേ, ഇതൊക്കെ എനിക്കൊന്ന് സോർട്ട് ചെയ്യാണ്ട്. ഇതൊക്കെ നമുക്ക് ഫിറ്റ് ആവാത്ത കുട്ടികളുടെ ഉടുപ്പുകൾ, യൂസ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഉടുപ്പുകൾ ഡൊണേറ്റിങ് ചെയ്യാനുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഡൊണേഷൻ്റെ ആൾക്കാർ തേഴ്സ്ഡേ വരും. അതൊക്കെ ഒന്ന് ബാഗ്സിലാക്കി റെഡിയാക്കി വെക്കണം. അതായത് റീസൈക്കിളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ കൊണ്ടുപോകണേ. ഇറ്റ്സ് ലൈക്ക് ആൻ ഓത്തറൈസ്ഡ് ഏജൻസി ആൻഡ് ഇറ്റ്സ് എ ഗുഡ് തിങ്. നമുക്കിവിടെ അവർ വീട്ടിൽ വന്ന് കളക്ട് ചെയ്യും. ഇപ്പോൾ തേഴ്സ്ഡേസ് ആണ് കെലിവിൽ റീജിയനിൽ അവർ പിക്ക് ചെയ്യണ ദിവസം. അപ്പോൾ തേഴ്സ്ഡേ വന്ന് പിക്ക് ചെയ്തോളും. വെള്ളത്ത് ക്ലീൻ ചെയ്യാണ് ആൽഫ്രസ്കൊക്കെ. നല്ല കാറ്റുണ്ട് ഇപ്പോൾ. അപ്പോൾ പൊടിയാവണു അല്ലാണ്ട് മുമ്മറൊക്കെ. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ സ്വന്തം. അച്ഛൻ വരൂടെ കുക്കു. പേടിച്ചോടാ നീ. നല്ല രസമാണ് ഈ ചെറുതിൻ്റെ ഓരോന്ന് കാണുമ്പോൾ. ഞാനിനി എനിക്ക് കുറച്ച് കാപ്പിയൊക്കെ ഉണ്ടാകട്ടെ. സ്വന്തം കാപ്പിയൊന്നും കുടിച്ചിട്ടില്ല. ഇന്ന് കുറച്ച് പണിയുണ്ട് എനിക്ക് സൺഡേ അതാണ് ഇഷ്ടമില്ലാത്ത. ചിക്കനൊക്കെ ഒന്ന് നന്നാക്കണം. ഇനി വരുന്ന വീക്കിനുള്ള കുറച്ച് പ്രപ്പൊക്കെ ചെയ്യാനുണ്ടല്ലോ. കുറേ പരിപാടി ഉണ്ട് ഈ വരുന്ന വീക്കിലും. അപ്പോൾ പിന്നെ അതിൻ്റെയൊക്കെ കുറച്ച് പ്രപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം. ചെറുതായിട്ട് അവിടെ കിടന്ന് സുനില്ലാണ്ട് ഓടിട്ടോണ്ടിരിക്കുകയാണ്. അവിടെ ഞാൻ കുറച്ച് കാപ്പി ഉണ്ടാക്കട്ടെ.
അച്ഛൻ്റെ കാര്യക്കാരനായിട്ട് ഇപ്പോഴും എന്നെ ഓരോരുത്തർ വിളിക്കും കേട്ടോ. അതിപ്പോൾ വീക്കെൻഡ് ആകുമ്പോഴല്ല എല്ലാവർക്കും ഫോൺ ചെയ്യാനൊക്കെ കുറച്ച് ടൈമൊക്കെ കിട്ടുക. അപ്പോൾ ഇടയ്ക്ക് നമ്മൾക്ക് ഇങ്ങനെ എനിക്കിപ്പോഴും കോൾസൊക്കെ കിട്ടും. കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ സംസാരിക്കാറുണ്ട് ഇപ്പോഴും. ഒരാൾ എനിക്ക് വന്നിട്ടുണ്ട്. ഈ നേരത്താണോ സനുമണി ഈറ്റ് വരുന്നത്? 11 മണി. എൻ്റെ ദൈവമേ, ചേച്ചി കൂടെ കളിക്കാനോ സാശിമ? ഈ വീടിൻ്റെ അവസ്ഥ കണ്ടോ? ഷൂസ് ഇവിടെ കിടക്കണു. അത് അവിടെ അങ്ങനത്തെ ഒരു സാധനം. എന്തൊക്കെയൊക്കെയാണ് ഈ വീട്ടിൽ. ഇത്രയും വൃത്തികേട്. എനിക്ക് വയ്യ. അതൊക്കെ ഒന്ന് ഇനി വൃത്തിയാക്കി എടുക്കണം. മൈ ഗോഡ്. എനിക്കൊന്ന് കുറേ പണിയുണ്ട് കേട്ടോ. ഈ അടുക്കളയും കണക്കാണ്. ഞാൻ പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല. അടുക്കളയുടെ സിറ്റുവേഷൻ കണ്ടില്ലേ? പാലൊരാളിതാ കുടിച്ച് പകുതി അവിടെ വെച്ചിരിക്കണം. ഇനി ഇത് വൃത്തിയാക്കി എടുക്കണം. ചിക്കൻ നന്നാക്കാണ്ട്. ഞാൻ എന്താ ഇങ്ങനെ ഹോൾ ചിക്കൻ കേട്ടോ വാങ്ങിയിട്ട് നന്നാക്കാറ്. ഞാൻ എപ്പോൾ ചിക്കൻ ഇങ്ങനെ വാങ്ങിയാലും വിചാരിക്കും ഇനി ഞാനിങ്ങനെ ഹോൾ ചിക്കൻ വാങ്ങില്ല, നമ്മൾ പീസായിട്ട് മുറിച്ചിട്ടുള്ളത് കിട്ടുമല്ലോ, അങ്ങനത്തെ ഇത് വാങ്ങും വിചാരിക്കും. പക്ഷെ ടേസ്റ്റ് വ്യത്യാസം എനിക്ക് മനസ്സിന് വല്ലാണ്ട് തോന്നുക. ടേസ്റ്റിന് ഭയങ്കര വ്യത്യാസം ഉണ്ട് എന്നുള്ളത്. ഹോൾ ചിക്കൻ ഇങ്ങനെ വാങ്ങി ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി എക്സ്ട്രാ ഒരു ടേസ്റ്റ്. എൻ്റെ മനസ്സിൻ്റെ ആവാം കേട്ടോ. എന്തോ ഐ ഫീൽ വ്യത്യാസമുണ്ട് ടേസ്റ്റിന്. അപ്പോൾ അതുകൊണ്ട് എപ്പോൾ പോകുമ്പോഴും ഞാൻ അവസാനം കറങ്ങി തിരിഞ്ഞ് ഈ ഹോൾ ചിക്കനിലെത്തും. ഇത് നന്നാക്കി എടുക്കണേ, അതാണ് പാട്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം എന്തൊക്കെയോ ശബ്ദം കേട്ടിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് പുറത്തുനിന്നൊക്കെ ഭക്ഷണം. അപ്പോൾ ഇന്നെങ്കിലും ഒന്ന് കുട്ടികൾക്ക് വീട്ടിലെ ഫുഡ് കൊടുക്കണമെന്നുണ്ട് എല്ലാവർക്കും. അപ്പോൾ ചിക്കനൊന്ന് നന്നാക്കി വരുമ്പോഴത്തേക്ക് ലേറ്റ് ആകും. ഓൾറെഡി 11 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ എന്തുണ്ടാക്കുമോ? ചോറ് ഞാൻ ക്വിക്കലി വെച്ചു. വല്ല കൂട്ടാനും ഭാഗ്യമിരിക്കണ്ടോ നോട്ടെ. കുറച്ച് BDF ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിനകത്ത്. ഇതൊക്കെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. BDF, അതായത് ബീഫ് ഡ്രൈ ഫ്രൈ. പിന്നെ ചോറും കുറച്ചൊരു മത്തങ്ങ പുളിങ്കറിയും കുറച്ച് ഉപ്പേരി ഇരിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് ഉച്ചയ്ക്ക് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ എനിക്ക് ചിക്കൻ നന്നാക്കി ഇനി കറിയൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ഒരു ടൈം ആവുമല്ലോ. നോക്കട്ടെ. ഫുള്ള് കുളിക്കാൻ കറിക്കാം. ഫുള്ളാണെങ്കിൽ ഒന്ന് ബാത്റൂം കയറിയാൽ ഒരു 3 മണിക്കൂറിന് ഇതിനെ കാണില്ല കേട്ടോ. സാധനമൊക്കെ പണ്ട് കത്തൊക്കെ എഴുതിയിട്ട് ബാത്റൂമിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വിടും. അച്ഛാ ഹൗ ആർ യു, വി മിസ് യു എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ടൈമാണ് ബാത്റൂമിൽ കയറി കഴിഞ്ഞൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ. നമ്മൾ അതുകൊണ്ടാണ് ഈ വീട് പണിതപ്പോൾ തന്നെ വി മേഡ് ഷുവർ ഇഷ്ടംമാതിരി ബാത്റൂംസ് ഉണ്ട്. ബിക്കോസ് നമ്മൾ റെൻറ്റ് ചെയ്തിരുന്ന കാലത്തൊക്കെ തുള്ളൊരു ബാത്റൂമിൽ കയറിയാൽ പിന്നെ നമുക്ക് പിന്നെ ആ ബാത്റൂം യൂസ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നല്ലോ. ഇത്രയും നേരം അതിൻ്റെ ഉള്ളിൽ പോയി ഗുമ്മാവും. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇനി അടുത്ത പരിപാടി. പിന്നെ എനിക്ക് ആ തുണി സോർട്ട് ചെയ്യണം, വീടൊന്ന് വൃത്തിയാക്കണം, തുണലിന് ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാക്യൂമിങ് പരിപാടി. അപ്പോൾ നമ്മുടെ ആ റോബോ ഉണ്ടല്ലോ മെഷീൻ, അതിനൊന്ന് സെറ്റ് ചെയ്യണം. പക്ഷെ ആ സാഷുവിനാണെങ്കിൽ ആ മെഷീനോട് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ അത് ഇവൾ ഉറങ്ങുമ്പോഴേ നമുക്കത് ഓൺ ചെയ്യാനും പറ്റും. അങ്ങനെ ടൈമിംഗ് ഒക്കെയാണ് നോക്കേണ്ടത്. നാളെ എനിക്ക് ഓഫീസിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മീറ്റിംഗ്, ഒരു പ്രസൻറ്റേഷനൊക്കെ ഉണ്ട്. അപ്പം അതിനെ കുറച്ചൊന്ന് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ട്. ജസ്റ്റ് സോ ദാറ്റ് വല്ലാണ്ട് ബുദ്ധിയും ബോധമില്ലാത്ത ആരാണ് ഈ മീറ്റിംഗ് നടത്തണേന്ന് ആൾക്കാർക്ക് മനസ്സിലാവരുത്. അതുകൊണ്ട് ഐ വോണ്ട് ടു പ്രെപ്പ്. നോർമലി ആ വീക്കെൻഡിലൊന്നും വർക്ക് ചെയ്യാത്ത ആളാണ്. ബട്ട് ഇങ്ങനത്തെ ഒക്കെ കുറച്ച് കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ടുമോറോ മോർണിംഗ് 9 മണിക്കാണ് ആ മീറ്റിംഗ്. സോ ഐ ഡോണ്ട് ഹാവ് ടൈം ടു പ്രെപ്പ് ഫോർ ദാറ്റ്. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രെപ്പ് ചെയ്യണം. വീക്കെൻഡ് 4-day വർക്കിംഗ് വീക്കായിരുന്നു വെച്ചാൽ വീക്കെൻഡ് ഒരു 3 ദിവസം കിട്ടിയില്ലോ എന്ന് വിചാരിക്കും. ബട്ട് യു നോ വാട്ട്, 4-day വർക്ക് ചെയ്യണവരും പറയണു ഇവൻച്വലി നമുക്ക് 5th day എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും ചെയ്യാൻ. ആൻഡ് എവറി ഡേ ഇസ് ലോങ്കർ. അപ്പോൾ ഐ ഡോണ്ട് നോ ഈ 4-day വീക്ക് നമുക്ക് വർക്കാവോ ആവില്ലേ. കുറേ കമ്പനീസൊക്കെ ഇപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ കമ്പനി ഇപ്പോൾ തൽക്കാലം ഒന്നും അങ്ങനത്തെ ട്രൈ ചെയ്യാൻ പോകണില്ല. ബിക്കോസ് നമ്മുടെ ക്ലയൻസൊക്കെ, ഞാൻ ലീഗൽ സോഫ്റ്റ്വെയറിൻ്റെ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്ലയൻസൊക്കെ എന്താ പറയുക, ലോ ഫേംസ്, ലോയേഴ്സ്, ബാരിസ്റ്റേഴ്സ് ഹു ഡീൽ വിത്ത് ലൈക്ക് കോർട്ട് പ്രൊസീഡിങ്സ് ഒക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ കോർട്ട് സിസ്റ്റം, ഇവിടുത്തെ ലീഗൽ സിസ്റ്റം 5 days വർക്ക് ചെയ്യണ ലീഗൽ സിസ്റ്റം ആയതുകൊണ്ട് നമ്മുടെ ക്ലയൻസും 5 days വർക്ക് ചെയ്യും. അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് എനിക്ക് സംഭവം അടുത്ത കാലത്തൊന്നും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 5 day വർക്കിംഗ് വീക്ക് തന്നെ ആയിരിക്കും. ബട്ട് അറ്റ്ലീസ്റ്റ് വർക്ക് ഫ്രം ഹോം ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതൊരു സമാധാനം. ചലോ ലെറ്റ്സ് ഗോ മേക്ക് സം ഫുഡ്. ഇനി എൻ്റെ 2 കുട്ടികൾ എത്ര ഓപ്പോസിറ്റ്സ് ആണ് കേട്ടോ അതിൽ ഞാൻ കാണിച്ചു തരണേ. ഇവള് കണ്ടില്ലേ ഭക്ഷണവും വെച്ച് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. സാശു അങ്ങനെയല്ല, എന്ത് കിട്ടിയാലും അവൾക്കൊന്ന് ട്രൈ ചെയ്യണം. ഇടയ്ക്ക് അങ്ങനെ കാർട്ടൂണൊക്കെ വെച്ചാലേ കഴിക്കുമോ നിർബന്ധമൊക്കെ ഉണ്ട്. ബട്ട് എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുത്താൽ വളരെ ഇൻഡിപെൻഡൻ്റ് ആയി ഇഷ്ടമായിട്ട് അവൾ തന്നെ കഴിക്കും. മാട്ടിൽ നിന്ന് കിട്ടിയ ഒരു ഗുഡ് ബൈ അത് കേട്ടോ. ഇങ്ങനത്തെ ഒരു കണ്ടെയ്നർ അടപ്പൊക്കെ ഉണ്ട്.
ആൻഡ് ഇറ്റ്സ് ഓൾസോ ഗോട്ട് ഇങ്ങനത്തെ ഒരു സ്കൂപ്പ് ചെയ്യാനുള്ള ഒരു സ്പൂൺ പോലത്തെ സാധനം ഓൾസോ $9 കിട്ടിയതാ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ആങ്കോ എന്നുള്ളത് അവരുടെ ഒരു ബ്രാൻഡാണ്. 9 ലിറ്റേഴ്സിൻ്റെ. ഐ തിങ്ക് ഇറ്റ്സ് റിയലി ഗുഡ് ബിക്കോസ് എനിക്ക് ഈ ആട്ട ഇട്ട് വെക്കാനേ ഒരു സെറ്റപ്പ് ആക്കണമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇട്ടിട്ട് ഇത് ക്ലോസ് ചെയ്യുക ആൻഡ് ഞാനിങ്ങനെ ഓരോ സമയത്ത് ആവശ്യത്തിന് പാത്രത്തിലൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. ബട്ട് ഐ തിങ്ക് ദിസ് ഈസ് എ ബെറ്റർ ഓപ്ഷൻ. ഇങ്ങനത്തെ ക്ലിയർ കണ്ടെയ്നേഴ്സ്. അപ്പോൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ വാങ്ങിയ സാധനമായിരുന്നു ഇത് കേട്ടോ. ഇതിലേക്കൊന്ന് ഞാൻ അതിനെ മാറ്റിയിടട്ടെ. സുനിൽ കണ്ടപ്പോൾ വിചാരിച്ചു പപ്പടമൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി വാങ്ങിയതാന്ന്. സുനിൽ ഭയങ്കര പപ്പട പ്രാന്തല്ലേ. വാട്ട്സ് റോങ് വിത്ത് യു, ഇത്ര അധികം പപ്പടം. Okay, let's do that now. വീക്കെൻഡ് ആയപ്പോഴാട്ടോ അങ്ങനത്തെ ഓർഗനൈസിങ്ങും പരിപാടികൾക്കൊക്കെ ടൈം കിട്ടണേ. അല്ലെങ്കിൽ ഇതിനൊന്നും നമുക്ക് ഡ്യൂറിങ് ദ വീക്ക് ഒരു 5 സെക്കൻഡ് പോലും നമുക്ക് ഫോർ അവർ ഓൺ സെൽഫ്സ് കിട്ടാറില്ലല്ലോ. സോ വീക്കെൻഡ് ആകുമ്പോൾ ഇങ്ങനത്തെ ഓരോന്നൊക്കെ ചെയ്തു തീർക്കും ഞാൻ. കറക്റ്റ് ആയിട്ടോ. അത് നോക്കൂ എന്ത് സുഖമായിരിക്കും. ഇനി ഇത് എടുക്കാനൊക്കെ ഐ തിങ്ക് ഇറ്റ് ബി വെരി ഈസി. അങ്ങനെയാക്കി വെച്ചാൽ മതി. അത് എങ്ങനെയുണ്ട് നോക്കിയിട്ട് ഇനി വാങ്ങാൻ വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അരിക്കും ഇനി ഇങ്ങനത്തെ തന്നെ വാങ്ങണം. സോ ഐ തിങ്ക് 1 ഫോർ ലൈക്ക് പച്ചരി ആൻഡ് 1 ഫോർ ലൈക്ക് നോർമൽ നമ്മുടെ പാലക്കാട് മട്ട, അങ്ങനെ 2 സെറ്റപ്പും കൂടെ ഒന്ന് വാങ്ങണം. ബിക്കോസ് ഐ തിങ്ക് ദിസ് ഇസ് വെരി യൂസ്ഫുൾ. അടച്ചു വയ്ക്കുകയും ചെയ്യാം. ഇറ്റ്സ് എയർ ടൈറ്റ് ഓൾസോ. സോ യാ, ഗുഡ് ബൈ. ഇങ്ങനത്തേനൊക്കെ Kmart നല്ലതാട്ടോ. Kmartൽ ചില സാധനങ്ങളൊക്കെ എന്താ പറയുക, നോട്ട് വെരി ഗുഡ് ക്വാളിറ്റി. ബട്ട് ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ബെസ്റ്റ് സ്പേസ് ആണ് Kmart. സോ പുതിയതായിട്ട് ഓസ്ട്രേലിയ വരുന്നവർക്കൊക്കെ ഹൈലി റെക്കമെൻഡ്. ഇറ്റ്സ് നോട്ട് വെരി എക്സ്പെൻസീവ് ഓൾസോ അവിടെ. ഇങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ സുഖമായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ദിസ് ഐ ലൈക്ക്. ഐ ഹാവ് ടു ബൈ 2 more ഇനി ഇങ്ങനത്തെയും കൂടെ. അല്ലേ സാധനമണി? വേണമെങ്കിൽ അച്ഛക്ക് പറഞ്ഞ പപ്പടമായിട്ട് വാങ്ങാം. നമ്മള് ചിക്കനും പരിപാടിയൊക്കെ നന്നാക്കി രാവിലെ. എന്നിട്ട് എണ്ണ തേച്ച് അങ്ങോട്ട് കുളിച്ചു ഞാൻ കേട്ടോ. ഞാൻ എണ്ണ വെച്ചിട്ട് കുറേ കാലമായി. ബിക്കോസ് ഈ തണുപ്പത്ത് എണ്ണ വെച്ചാൽ എനിക്ക് അപ്പം അസുഖം പിടിക്കും. അപ്പോൾ ഞാൻ റിസ്ക് എടുക്കാറില്ല. അപ്പോൾ ഇന്ന് നല്ലോണം എണ്ണയൊക്കെ തേച്ച് കുളിച്ച് നമ്മൾ ഗംഭീരമായി ഭക്ഷണമൊക്കെ കഴിച്ചു. ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ സുഖമായി കിടന്നുറങ്ങി. ഉറങ്ങിയത് എനിട്ടേ ഉള്ളൂ, കുറച്ച് നേരമായിട്ടുള്ളൂ. എന്നിട്ട് സാശുവിനെയും പിടിച്ചിട്ട് അവിടെ ഉറങ്ങിയിട്ടാ. സുള്ളും കിടന്നുറങ്ങി. എൻ്റെ ഇടയിൽ സുള്ളു എടുത്ത വാക്യൂമിങ് പരിപാടികളൊക്കെ തീർത്തിരുന്നു. ഞാൻ സുഖമായി കിടന്നുറങ്ങി. ഒരു ഹോൾ വീക്കിൻ്റെ ക്ഷീണമാണ് എനിക്ക് ഈ ഒരു ആഫ്റ്റർനൂൺ ആപ്പിൽ കിട്ടുക. ബിക്കോസ് എനിക്ക് ഉച്ചയ്ക്ക് ഉറങ്ങാൻ വലിയ ഇഷ്ടമാണ്. ഐ കാൺ ഡു ഇറ്റ് ബിക്കോസ് വർക്കിംഗ് അല്ലേ. അപ്പോൾ നടക്കാറില്ല. അപ്പോൾ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും നടക്കാറില്ല. പക്ഷേ ഈ വീക്കെൻഡ്സിൽ അതുകൊണ്ട് ഐ ട്രൈ ഡൂയിങ് അങ്ങനെ കേട്ടോ. ഇവൻ ഇഫ് ഇറ്റ്സ് ലൈക്ക് 1 hour എനിക്ക് ഭയങ്കര ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ചിക്കൻ നന്നാക്കി ഉണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ കറിയിലോട്ട് കിടക്കാം. നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരു മിക്സി ഞാൻ പറഞ്ഞില്ലേ, അവർ വാങ്ങി തന്നിരുന്നു. അച്ഛനമ്മ ഒരു മിക്സി വാങ്ങി തന്നിരുന്നു. അവർ വെച്ചിരുന്നു അവിടെ. അപ്പോൾ അതിൽ നിന്ന് കൊണ്ടിപ്പോൾ ഭയങ്കര പ്രയോജനമാണ്. ബിക്കോസ് ഓൾ ദിസ് ഉള്ളി അരിയിലിങ്ങനെ ഓൾ ഓഫ് ദാറ്റ് അതാണ് ഇപ്പോൾ ചെയ്യാറ്. സുനിലാണ് അതിൻ്റെ എക്സ്പെർട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫുൾ സെറ്റപ്പൊക്കെ സുനിലാക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഷെഫ് എവിടെ ഉള്ളിയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുറിച്ചിട്ടിട്ടേ ഇതിനകത്തേക്ക് അങ്ങ് ഇട്ടാൽ മതി. ഇറ്റ്സ് ഗോയിങ് ടു അരിഞ്ഞ് സ്ലൈസായി കിട്ടും. പ്രീതി സോഡിയാക്കാണ് കേട്ടോ. ഇതിൻ്റെ സെറ്റപ്പും ഇതൊക്കെ കുറേ സാധനങ്ങളുണ്ട്. മുകളിൽ വെച്ചേക്കുക. നമ്മൾ ഓരോന്ന് ആവശ്യം വരുമ്പോൾ ഓരോന്നായിട്ട് ഇടുക. ഇതിപ്പോൾ വലിയ സൗകര്യമായിട്ടോ. ഇതിപ്പോൾ ഉള്ളി അരിയിലും പച്ചക്കറി അരിയിലും മാത്രമല്ല, ഞാനിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും മാവൊക്കെ ഇതിലിട്ടിട്ട് തന്നെയാണ് കുഴക്കണേ. ഇപ്പോൾ തിൻലി സ്ലൈസ്ഡ് ആയിട്ടൊക്കെ കിട്ടാനൊക്കെ വളരെ ഈസി അല്ലേ. ക്യാരറ്റും എല്ലാം ഞാനിപ്പോൾ ഇതിലിട്ടിട്ടാണ് ചെയ്യണേ. സുണിലാണ് എനിക്കിത് ആദ്യം കാണിച്ചു തന്നെ. ബിക്കോസ് എൻ്റെ ബ്ലേഡൊക്കെ ഭയങ്കര ഷാർപ്പായതുകൊണ്ട് എനിക്കൊരു പേടി. ബട്ട് ഹി വാസ് ഷോയിങ് എവറിത്തിങ്. വീക്കെൻഡ് ആകുമ്പോൾ സുണിലും ഹെൽപ്പ് ചെയ്യും. ഇങ്ങനത്തെ കുക്കിംഗ് കാര്യങ്ങളിലൊക്കെ പറ്റണത്രയും ഹി ഹെൽപ്സ് മീ ഔട്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യായിരുന്നു നമ്മൾ വീക്കെൻഡിൽ ഒരുമിച്ചിരുന്ന്. കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കുക, കുറച്ച് വർത്താനം പറയാൻ നമുക്ക് അപ്പോഴല്ലേ ടൈം കിട്ടുക. അത് കണ്ടോ നേരിയതായിട്ടൊക്കെ അരിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ പ്രീതിയുടെ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കണു. സുനിലിങ്ങനെ പറയാണ് എന്നെ ആക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കല്ലേ എന്ന്. ബട്ട് യാ, നമുക്കിത് അല്ലാതും കൂടിയിട്ട് ഞാനൊരു ചിക്കൻ കറി ആട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ. രാവിലെ ചിക്കൻ നന്നാക്കി വെച്ചിരുന്നു. ഇപ്പോൾ വൈകുന്നേരം ആണ് ഇത് ഉണ്ടാക്കണേ. സോ ദാറ്റ് രാത്രിക്ക് ചിക്കൻ കറി എടുക്കാൻ വേണ്ടി. യൂഷ്വലി എൻ്റെ ചിക്കൻ കറി നന്നാവാറുണ്ട്. പ്രശ്നം ആക്ച്വലി കുറച്ച് കോളായി. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻഡ്. ബട്ട് സുനിലപ്പോഴത്തേക്ക് ഇതാ കണ്ടു. പാത്രങ്ങളൊക്കെ എനിക്ക് ക്ലീൻ ചെയ്ത് തരും. കിച്ചൺ ബെഞ്ചൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് തരും. ഇതൊക്കെ ഭയങ്കര പെർട്ടിക്കുലറാണ് ആൾ. അതുകൊണ്ട് അതെനിക്ക് ഇൻ എ വേ ഹെൽപ്ഫുള്ളായി. ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ദാറ്റ്. ഈ അടുക്കളയിൽ നിന്നിട്ട് ചെയ്യാനും നല്ല സുഖമാണ്. ബിക്കോസ് നമ്മുടെ ഇവിടുന്ന് നല്ല വ്യൂ ആണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബിക്കോസ് വി ഹാവ് എ ബ്യൂട്ടിഫുൾ സൺസെറ്റ് വ്യൂ. ഇത് കണ്ടില്ലേ,
സ്പ്രിങ് ടൈമിലുള്ള സൺസെറ്റാണ്. ദ സൺ ലുക്ക് സോ നൈസ്. എനിക്കിങ്ങനെ പുറത്തിങ്ങനെ ഈ സൺസെറ്റൊക്കെ നോക്കി നിൽക്കാൻ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് കിച്ചണിൽ തന്നെ കാണാൻ പറ്റും വിൻഡോസിന്. സോ ഇറ്റ്സ് റിയലി നൈസ്. സുനിലതിൻ്റെ ഇടയിൽ പപ്പടം കാച്ചാണ്. ബിക്കോസ് പപ്പടം ഇസ് ഹിസ് ഫേവറേറ്റ്. സുനിലാണ് അതൊക്കെ ചെയ്യുക. കുഞ്ഞു പെണ്ണ് എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലും കാണിച്ചു കൊടുക്കുക എന്തൊക്കെയാണ് അവിടെ പരിപാടിയെന്ന്. അതിനിങ്ങനെ നമ്മുടെ ഒക്കത്ത് കയറി ഇരിക്കാനാണ് പണ്ടേ ഇഷ്ടം. സിൻസ് ഷീ വാസ് ലൈക്ക് എ ബേബി. അപ്പോൾ തൊട്ടിട്ട് ഇതാണ് അതിന് ഇഷ്ടം. എൻ്റെ ഒക്കത്ത് ഇങ്ങനെ കയറിയിരുന്ന അതിനിങ്ങനത്തെയൊക്കെ ഇരുന്ന് കാണാൻ വലിയ ഇഷ്ടമാണ്. ചൂടല്ലേ, എനിക്ക് കുട്ടി തൊടോ പൊള്ളോ എന്നൊക്കെ പേടി കാരണം ഞാൻ അധികം അടുപ്പിക്കാറില്ല. ബട്ട് ഇപ്പോൾ ചിക്കൻ കറി അവിടെ ആയോണ്ടിരിക്കുകയാണ്. സ്വന്തം പപ്പടം കാച്ച് എന്തെങ്കിലും കണ്ടോട്ടെ വെച്ചിട്ടാണ് പിടിച്ച് നിൽക്കുകയാണ്. ചെറുതിൻ്റെ കൂടെ നമുക്കിങ്ങനെ ആസ് എ ഫാമിലി കുറച്ച് നേരം ഫ്രീ ആയിട്ട് കിട്ടുന്നതൊക്കെ വീക്കെൻഡ്സിലല്ലേ. സോ ടൈം വിത്ത് ദ കിഡ്സ് ആർ സോ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ തന്നെ അവൾ എന്ത് ഹൈറ്റാണ് വെച്ചേക്കണോ അറിയോ, വലുതായി വേഗം വലുതാവണു. ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ടു മിസ് ഔട്ട് ഓൺ ദിസ് കുഞ്ഞിപ്രായം ആൻഡ് ദിസ് റിയലി ക്യൂട്ട് ടോഡ്ലർ ഏജ്. അവരുടെ വികൃതിയും വർത്താനം പറയലും ഭയങ്കര സെൻറ്റൻസ് ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ മിസ്സാവാതിരിക്കാൻ ഐ ട്രൈ സ്പെൻഡിങ് ആസ് മച്ച് എസ് ടൈം ആസ് ഐ ക്യാൻ കിഡ്സിൻ്റെ കൂടെ, ഫാമിലി ടൈം സുനിലിൻ്റെ കൂടെ. അപ്പോൾ ഈ ഒരു വീക്കെൻഡ് നമ്മൾ അധികം വലിയ പ്ലാൻസ് ഒന്നും ഇട്ടില്ല. ആൻഡ് വി തോട്ട് ലെറ്റ് സ്പെൻഡ് സം ടൈം. ആ കണ്ഡഹാർ അറ്റാക്കിനെ കുറിച്ചിട്ടുള്ള ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളെല്ലാവരും ഇരുന്ന് കാണുക. സാനുവിന് ചില സീരീസൊക്കെ ആണെങ്കിൽ സബ് ടൈറ്റിൽസ് വെച്ച് നമ്മുടെ കൂടെ ഇങ്ങനെ ഇരുന്ന് കാണും. സോ സുള്ളു കുറച്ച് ദിവസമായി പറയണു അത് കാണണമെന്ന്. നന്നായിട്ടുണ്ട്. ആ ദിവസത്തെ കുറേ ഈവൻസൊക്കെ അവർ വെരി ബ്യൂട്ടിഫുള്ളി ആക്ട് ചെയ്തിട്ടുണ്ട്. നന്നായി ഡയറക്ഷനൊക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു സീരീസ്. വിൻ്റർ തുടങ്ങിയപ്പോൾ ഞാൻ സാനുവിൻ്റെ സ്വിമ്മിങ് ക്ലാസ് നിർത്തിയിരുന്നു. ബിക്കോസ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ തണുപ്പത്ത് രാത്രി പോയി കുളിപ്പിക്കൽ പിടിക്കൽ ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. അപ്പോൾ നൗ ദാറ്റ് വി ആർ ബാക്ക്, നാട്ടിലൊക്കെ പോയി വന്ന് ഇനി സാനുവിന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് വേറൊരു സ്വിമ്മിങ് സ്കൂൾ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വീടിനടുത്ത്. അവിടെ ഒന്ന് ട്രൈ ചെയ്യാണ് കേട്ടോ. അവൾ പോയിരുന്ന സ്വിമ്മിങ് ക്ലാസ്സിൽ അവളുടെ സ്പോട്ട് പോയി. സോ സാറ്റർഡേ ഏർലി മോർണിംഗ്സാണ് പിന്നെ കിട്ടിയുള്ളൂ, വിച്ച് ഇസ് വെരി ഹാർഡ്. എനിക്ക് കുഞ്ഞിതിനൊക്കെ വെച്ചിട്ട് ഇറ്റ്സ് നോട്ട് വെരി ഈസി. അപ്പോൾ ഡ്യൂറിങ് ദ വീക്കെൻഡിന് നമുക്ക് ഇവിടെയാണ് ഒരു സ്പോട്ട് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ട്രയൽ ലെസൺസിന് വന്നു കേട്ടോ. ഇതൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ കുളിച്ച് ചേഞ്ചും ഒക്കെ ചെയ്യാനുള്ള സ്പേസാണ്. ഇറ്റ് വാസ് എ ന്യൂ സെൻറ്റർ. സോ വി റിയലി ലൈക്ഡ് ഇറ്റ്. കുഞ്ഞു പെണ്ണിനെ ഞാൻ ഡേ കെയറിൽ നിന്നാണ് പിക്ക് ചെയ്തിട്ടാണ് നേരം ഇങ്ങോട്ട് വന്നത്. സോ അവൾക്കുള്ള സ്നാക്കും ഫുഡൊക്കെ പാക്ക് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത്ര വലിയ സുഖമൊന്നുമില്ല, ചെറുതിൻ്റെ വികൃതിയിൽ ഞാൻ മാനേജ് ചെയ്യണം. ആൻഡ് സാനൂസ് ഹാവിങ് ലൈക്ക് ട്രയൽ ക്ലാസ്സസ്. അപ്പോഴത്തേക്ക് കണ്ട എൻ്റെ ഫോൺ എടുത്തു, അതവിടെ ക്യാമറ ഓൺ ചെയ്ത് ചീസ് എന്ന് പറഞ്ഞ് സെൽഫി എടുക്കുകയാണ്. ഒരു രക്ഷയില്ല എൻ്റെ കാര്യം, കോമഡി. അവിടെയാണ് ഷവർ, ഇവിടെ ചേഞ്ച് റൂംസ്, പിന്നെ സാനുവിന് സ്വിമ്മിങ് ഷീ ഈസ് റിയലി ഗുഡ് അറ്റ് ഇറ്റ് ആൻഡ് ഷീ റിയലി എൻജോയ്സ് ഇറ്റ്. ഇവിടെ മുകളിലാണ് സ്വിമ്മിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ. ട്രയൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുകളിലാണ് അവിടെയാണ് ക്ലാസ്സൊക്കെ നടക്കണേ. ഞാനും സാക്ഷി ഇവിടെ വെയിറ്റ് ചെയ്യുക. അവിടെ ഇങ്ങനെ പേരൻസിനൊക്കെ ഇരിക്കാനുള്ള ഈ സ്ഥലത്ത് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. പുതിയ സ്ഥലമാണ്, മറ്റേതിനെക്കാട്ടും കുറച്ചുകൂടെ പുതിയതായിട്ടുള്ള ഒരു സ്ഥലമാണ്. സോ ലെറ്റ്സ് സീ ഇവിടെ ഇപ്പം എങ്ങനെയാണ് നമുക്കറിയില്ല. അവരുടെ സ്കില്ല് നോക്കിയിട്ടാണ് അവർ ഏത് ലെവലിലാണ് ഇടേണ്ടതെന്ന് പറയാം. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് എപ്പോഴാണ് ക്ലാസ് കിട്ടുകയെന്ന് നോക്കണമല്ലോ. അതാണ് ഏറ്റവും പ്രശ്നം. ഇപ്പം നമ്മൾ ജോലിയുടെ ഇടയിൽ നിന്ന് പോകണോ അതോ ഞാൻ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ദിവസങ്ങളൊക്കെ വേഗം ഒരു 5 മണിക്കൊക്കെ ആണെങ്കിലും എനിക്ക് വേഗം കൊണ്ടുവരാമല്ലോ അല്ലേ. അപ്പോൾ ഈ കുഞ്ഞിപ്പിള്ള ആ സമയത്ത് ഡേ കെയറിലായിരിക്കും. അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറേ ഡിങ്കോൾഫികളുണ്ട്. ഇതൊക്കെ ഒന്ന് ഫിറ്റ് ആക്കണമെങ്കിലേ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസാണ് ഇവിടെ പേരൻസിന് ഏറ്റവും പരിപാടികളുള്ള സ്ഥലം. ഐ ഫീൽ ലൈക്ക് എല്ലാ പേരൻസും ഓട്ടാണ് ഇങ്ങനെ ഓരോ പരിപാടിയൊക്കെ. അപ്പോൾ ലെറ്റ്സ് സീ ഇവിടുത്തെ ഫിറ്റ് വർക്ക്സ് ഔട്ട്. ഹോപ്പ് സോ. സാനൂനും ഇഷ്ടമാണ് ഇവിടെ. സിമി ശശിയോ കഴിഞ്ഞുള്ളൂ കേട്ടോ. ഇരുടായപ്പോഴത്തേക്കും സ്പ്രിംഗ് ആണ്, പക്ഷെ ചെറിയൊരു തണുപ്പുണ്ട് ഇപ്പോഴും കേട്ടോ. സാൽമണി, ഹൗ ഡിഡ് ഇറ്റ് ഗോ? Good, I really liked it. ഇഷ്ടമായോ അവിടെ? ഇറ്റ്സ് ന്യൂവർ, അതിന്റെ ഒരു വ്യത്യാസം തോന്നുന്നുണ്ട്. സ്റ്റാഫൊക്കെ എങ്ങനെയുണ്ട്? ടീച്ചേഴ്സ് ആർ ഓക്കെ ഫോർ യു? Yeah, good. They're really nice. ഓക്കെ. അപ്പം ഇനി നോക്കാം. ഇനിയിപ്പോൾ ഇതിന്റെ എൻറോൾമെന്റ് ഒക്കെ ആയ ട്യൂസ്ഡേ വൈകുന്നേരങ്ങൾ എനിക്കൊരു പുതിയ തൊഴിലും കൂടിയായി. വീട്ടിലെത്തി ഒരാളെ കാണാനില്ല കേട്ടോ. എനിക്കിത് കാണിച്ചു തരാതിരിക്കാൻ പറ്റണില്ല. ഞാനൊന്ന് കൈ കഴുകാൻ ബാത്റൂം പോയിരുന്നു എൻ്റെ ഇടെ. അപ്പോൾ ഒരാൾ ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറിയതാ കേട്ടോ. ഞാൻ കാണിച്ചു തരാം അവളെ. നമ്മുടെ ബാത്റൂമിൽ ഈ കുളിമുറിക്കകത്ത് ഷവറിന്റെ ഏരിയയിലകത്ത് ഒരാൾ ഇരിക്കുന്നുണ്ട്. ഫോണും കൊണ്ട് കട്ടോടി. ഹലോ മാഡം, എന്താണ്? ഹായ്, can you please come out? What are you doing? Come out, സാഷുമ. കള്ളിപ്പെണ്ണെ അമ്മയുടെ ഫോൺ എടുത്താലോ കളി. പുറത്തേക്ക് ഇറങ്ങൂ, ഇതല്ല നിന്റെ വീട്. ഓപ്പണൊക്കെ ചെയ്തു അമ്മ. വാ പുറത്തേക്ക് വാ.
Yes. Thank you. Selfie at the booth. With the Liberal candidate or not? Everyone, let's see. ഇവിടെ ഓസ്ട്രേലിയയിൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കട്ടെ അതിൻ്റെ ഡയലോഗാണ് കേൾക്കണേ. അങ്ങനെ എല്ലാ പാർട്ടിക്കാരും അവരുടെ ബ്രോഷേഴ്സൊക്കെ തന്നിട്ടുണ്ട്. ഏർലി വോട്ടിങ്ങിന് ഞാൻ വന്നിക്കാം. ഈ ടീന കാർട്ട്റൈറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനാണ് ഞാൻ വന്നിക്കണേ. ബിക്കോസ് എനിക്ക് പൊളിറ്റിക്സിൻ്റെ ABCD അറിയില്ല, ആരാ ഏതാ പാർട്ടി ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഐ എം വെരി വെരി ബാഡ് അറ്റ് ദിസ്. അപ്പോൾ ടീനനെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ബട്ട് വാസ് ഗുഡ് ടു സീ കുറേ ഇന്ത്യൻ ശ്രീലങ്കൻ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉള്ള കുറേ പേര് ഇപ്പോൾ ഇലക്ഷൻസിനൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഏർലി വോട്ടിങ്ങിന് വന്നിരിക്കുകയാണ്. ഇവിടെ നേരത്തെ ഉച്ചയ്ക്ക് ഒരു ദിവസം ഓഫീസിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങി വന്നിട്ട് ചെയ്യാണ്. ലൈക്ക് ഐ സെഡ്, എനിക്ക് ഒരു പാർട്ടീനെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നല്ല. ബിക്കോസ് ഐ ഹാവ് നോ ഐഡിയ. ടീന നിൽക്കുന്നുണ്ട് പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ വന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വാർഡും എവിടെയാണ് നിൽക്കേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് മേയറിൻ്റെയും കൗൺസിലർ അങ്ങനെ വോട്ടിങ്ങിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. എനിക്കൊരു കുന്തം അറിയില്ല കേട്ടോ. ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ടുള്ളതുകൊണ്ട് വന്നിക്കാണ് വലിയ ഫോമിൽ. അത് മാത്രം എനിക്ക് അറിയുക ചെയ്യാൻ. സുണ്ട് ആക്ച്വലി നാളത്തെ ഒന്ന് ചെയ്യാനാണ് കേട്ടോ. നമുക്ക് സാക്ഷിനെ വെച്ചിട്ട് എളുപ്പമല്ലല്ലോ. ഞാനിപ്പോഴും ചൂട് നിൽക്കാം. പിന്നെ നല്ല വെയിലുണ്ട്, തൊപ്പി കൊണ്ടാ നന്നായി. ദാറ്റ് ആ വോട്ടിംഗ് ബൂത്ത് വളരെ ഓർഗനൈസ്ഡ്, ഫോമൽ ആൻഡ് വെരി ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ലാത്തൊരു നീറ്റ് സെറ്റപ്പാണ് ഇവിടെ. This is Tina. Tina, vote for Tina. All the best, Tina. Thank you so much. Yeah, we're looking forward to all the improvements that you're bringing in. Thank you. We need real progress. 10 മിനിറ്റിൽ കഴിഞ്ഞു കേട്ടോ. വലിയ നേരം ഒന്നും നിൽക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല. ഇവിടെ അങ്ങനത്തെ ഒരു സൗകര്യമുണ്ട്. ക്യൂവും കാര്യങ്ങളൊക്കെ ഭയങ്കര വെൽ മാനേജ്ഡ് ആണ്. കുറേ സെൻറ്റേഴ്സൊക്കെ ഉണ്ട്. പ്രീ വോട്ടിങ്ങും ചെയ്യാൻ പറ്റുന്നതുകൊണ്ടേ വലിയ പ്രയോജനമാണ്. ചില ഇലക്ഷൻസിൽ നമുക്ക് വോട്ടിങ്ങും ചെയ്യാം, അതായത് ഇലക്ട്രോണിക്കലി സംഭവം ചെയ്യാം. ഇതിലതില്ലായിരുന്നു തോന്നുന്നു പ്രാവശ്യത്തെ. അത് ചില ഇലക്ഷൻസിലെ അവർ സമ്മതിക്കൂ. ബട്ട് യാ, ഇറ്റ്സ് ഗുഡ് ടു സപ്പോർട്ട്. ടീൻ അങ്ങനെ തന്നെ ആക്ച്വലി വിളിച്ചിരുന്നു ഇങ്ങനെ വോളണ്ടിയറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ. പക്ഷെ എനിക്ക് പണിയുള്ളതുകൊണ്ട് പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് പിന്നെ നമ്മൾ ഓഫീസിൽ നിന്ന് ലീവൊക്കെ എടുത്ത് ചെയ്യേണ്ടി വരും. പിള്ളേരുടെ കാര്യം ഓട്ടൊക്കെ അല്ലേ എനിക്ക്. സോ അതേതായാലും ചെയ്തില്ല. ബട്ട് എനിവേസ് ഗുഡ് തിങ് ദിസ് ഇസ് ഡൺ. തേഴ്സ്ഡേസ് അവർ കുറച്ചും കൂടെ ലേറ്റ് നൈറ്റ് വരെ ഉണ്ടാവും. ഇവരെ സമ്മതിക്കണം കേട്ടോ. അവർ ഹോൾ ഡേ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ആൾക്കാർ വരുന്നവരെയൊക്കെ ഇങ്ങനെ ക്യാമ്പയിനിങ്ങും ലാസ്റ്റ് മിനിറ്റ് വരെയൊക്കെ ചെയ്തിട്ടേ. അമേസിങ് ദ വർക്ക് ദേ ഡു. എപ്പോഴെങ്കിലും എനിക്ക് ഇലക്ഷനിൽ നിൽക്കണം എന്നൊക്കെ ഞാൻ വെറുതെ പറയും കേട്ടോ. എനിക്ക് ABCD അറിയില്ല, സംഭവത്തിൻ്റെ ഒരു ഐഡിയ ഇല്ല. ബട്ട് ഇറ്റ്സ് ഗുഡ് ടു സീ നമ്മുടെ ഇന്ത്യൻസും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഓരോ പോസ്റ്റിന് വേണ്ടിയിട്ട്, മേയറിൻ്റെ അതിനും ഒക്കെ വേണ്ടിയിട്ട്. ഇറ്റ്സ് ഗുഡ് ടു സീ. എനിവേസ്, മൈ ഗോഡ്, കുറേ വിശേഷങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചു തോന്നുന്നു എനിക്ക്. ഇനിയിപ്പോൾ എന്തായാലും വീട്ടിൽ പോവാ. ആ കുഞ്ഞുപെണ്ണെ പോയിട്ടൊന്ന് പിക്ക് ചെയ്യണം. പിന്നെ എന്തെങ്കിലും പിന്നെ പരിപാടി, സാനുവിന് ഡാൻസ് ക്ലാസ്സിലാണ് പോയിരിക്കണേ. അപ്പോൾ അവളെ രാത്രി പോയി പിക്ക് ചെയ്യണം. സുനിൽ എപ്പോഴും എത്ര എനിക്കറിയില്ല. ബട്ട് ഇറ്റ്സ് ഗുഡ്. ലൈക്ക് ഐ എം പിക്കിംഗ് അപ്പ് ലിറ്റിൽ തിങ്സ്. പതുക്കെ ഓരോ കാര്യങ്ങളായിട്ടൊക്കെ ഇങ്ങനെ ചെയ്ത് തുടങ്ങിയാണ്. ആൻഡ് ലൈഫ് ഇസ് ഓക്കെ നൗ. സോ ഐ എം ഗ്ലാഡ്. ഐ എം സ്ലോലി ഗെറ്റിംഗ് ബാക്ക് ടു ഇറ്റ്. ഈ വീഡിയോ വരുമ്പോഴത്തേക്ക് ഓണം കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എല്ലാവർക്കും വെരി വെരി ഹാപ്പി ഓണം. ഇപ്രാവശ്യം സിഡ്നിയിൽ ഭയങ്കര കിടിലൻ പരിപാടിയാണ്. ഞാൻ ഇത്രയും കൊല്ലം ഇവിടെ ഉണ്ടായാലും വെച്ചിട്ട് ഏറ്റവും അടിപൊളി പരിപാടികൾ ഓണത്തിന് ഇക്കൊല്ലം ഉണ്ടായത് കേട്ടോ. ആൻഡ് ഇപ്രാവശ്യം നമ്മളൊന്നിനും അൺഫോർച്ചുനേറ്റ്ലി പോകാനുള്ള പ്ലാൻ ഇട്ടില്ല ബിക്കോസ് ഓഫ് എവറിഥിങ് ദാറ്റ് ഹാപ്പൻഡ്. എന്തൊക്കെയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിനെ പറ്റി ഇങ്ങനെ റിമൈൻഡ് ചെയ്യണില്ല. ബട്ട് ബിക്കോസ് ഓഫ് എവറിഥിങ് ദാറ്റ് ഹാപ്പൻഡ് നമ്മുടെ ഫാമിലിയിൽ ഓണം ഇപ്രാവശ്യം ഒന്നും ചെയ്യില്ല എന്നായിരുന്നു നമ്മുടെ ഒരു ഇത്. ബട്ട് ഇപ്രാവശ്യം ദൈവമേ, കുഞ്ചാക്കോ ബോബൻ, ഭാവന, എത്ര പേരായിരുന്നു വന്ന്. എത്ര ബ്യൂട്ടിഫുൾ ഷോസാണ് ഉണ്ടായത് അറിയോ. നല്ല ഹൈ ക്വാളിറ്റി, നല്ല ഹൈ സ്റ്റാൻഡേർഡ് ഈവൻസും ഒക്കെ ഉണ്ടായി ഇപ്രാവശ്യം. സോ ഗ്രേറ്റ് വർക്ക് ടു എവ്രി വൺ. സിഡ്നിയിൽ ഇപ്രാവശ്യത്തെ ഓണം അത്ര ഗംഭീരാക്കിയാൽ ഐ ഹോപ്പ് മൂവിങ് ഫോർവേഡും അങ്ങനെ തന്നെയായിരിക്കും. ബിക്കോസ് ഐ റിയലി വോണ്ട് ടു ഗെറ്റ് ബാക്ക് ഇൻ ടു പാർട്ടിസിപ്പേറ്റിംഗ്. ഓരോ പരിപാടികളൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. കുറച്ച് നാളായി ഇപ്പോൾ ബ്രേക്ക് എടുത്തിട്ട്. സോ ഞാൻ അതൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. എനിവേസ്, എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഉള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. സോ കണ്ടവരെല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ, കോമെൻറ്റ് ചെയ്യൂ, വിശേഷങ്ങൾ അറിയിക്കൂ. എന്തൊക്കെയാണ് സിഡ്നിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് കാണാനുള്ളതെന്നുണ്ടെങ്കിൽ അതും കൂടെ അറിയിക്കൂ കേട്ടോ. ചലോ, എനിവേസ്, ഇത് വൈൻഡപ്പ് ചെയ്യട്ടെ. Thank you for watching and ഇനി കുറെ കിഡ്ല വീഡിയോസ് വരാം. Until we see you in the next video, this is bye from Shruti and bye from ഒരു സിഡ്നി മലയാളി. Bye guys.